കോതമംഗലത്ത് നിന്ന് സിനാൻ പി കെ ചോദിക്കുന്നു, ഖുർആനിലും ബൈബിളിലും കാണുന്നത് ഒരേ കഥകളാണ്. ഇത് വ്യക്തമാക്കുന്നത് മുഹമ്മദ് നബി ബൈബിളിൽ നിന്ന് കോപ്പിയടിച്ചതാണ് ഖുർആൻ എന്നാണ്. ബൈബിളിൽ നിന്ന് കഥകൾ കോപ്പിയടിച്ച് ഞാൻ പ്രവാചകനാണെന്ന് വരുത്തുന്നതിനായി മുഹമ്മദ് നബി എഴുതിയുണ്ടാക്കിയ പുസ്തകമാണ് ഖുർആൻ എന്ന് ഞാൻ പറഞ്ഞാൽ അത് നിഷേധിക്കാൻ കഴിയുമോ? സിനാനിനോട് പറയാനുള്ളത് അത് നിഷേധിക്കാൻ കഴിയുമെന്നാണ്. എന്തുകൊണ്ടെന്നാൽ പരിശുദ്ധ ഖുർആൻ ബൈബിളിൽ നിന്ന് കോപ്പിയടിച്ചതാണ് എന്ന് പരിശുദ്ധ ഖുർആൻ ഒരാവർത്തി വായിച്ചു കഴിഞ്ഞാൽ, അതേപോലെ തന്നെ അത് ബൈബിളുമായി താരതമ്യം ചെയ്ത് കഴിഞ്ഞാൽ ഒരാളും പറയില്ല. ഖുർആനിന് ബൈബിളിൽ നിന്ന് വ്യത്യസ്തമായ ഒരുപാട് സവിശേഷതകളുണ്ട്. ബൈബിളിലെ കഥകളിൽ ചിലത് പരിശുദ്ധ ഖുർആനിലെ കഥകളുമായി സാമ്യമുണ്ട് എന്നത് ശരിയാണ്. അതിന് കാരണം ഒരേ പടച്ചവനാണ് പൂർവ്വവേദങ്ങൾ അവതരിപ്പിച്ചത്, അതേ പടച്ചവനാണ് ഖുർആൻ അവതരിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ പൂർവ്വവേദങ്ങളിൽ പറയുന്ന ചില പ്രവാചകന്മാരുടെ കഥനങ്ങൾ പരിശുദ്ധ ഖുർആനിലുണ്ടാകും. ആ പ്രവാചകന്മാർ ജീവിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട കഥനങ്ങൾ തീർച്ചയായും പരിശുദ്ധ ഖുർആനിലുണ്ടാകും. ആ പൂർവ്വവേദങ്ങളുടെ കൈകടത്തപ്പെട്ട കോപ്പിയാണല്ലോ ഇന്ന് ബൈബിളിലുള്ളത്. ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, അറബി പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെടുന്നത് മക്കയിലാണ്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മക്കയിൽ നിന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ 13 വർഷം അവിടെയാണ് പ്രബോധനം നിർവഹിച്ചത്. പരിശുദ്ധ ഖുർആനിൽ 87 സൂറത്തുകളും മക്കയിൽ അവതരിപ്പിക്കപ്പെട്ടതാണ്. ബാക്കി 27 സൂറത്തുകൾ മാത്രമാണ് മദീനയിൽ അവതരിപ്പിക്കപ്പെട്ടത്. മദീനയിൽ അവതരിപ്പിക്കപ്പെട്ട സൂറത്തുകളിൽ ചിലത് ഒരുപാട് ദീർഘമുള്ളതാണ്. പക്ഷേ പരിശുദ്ധ ഖുർആൻ മക്കയിലാണ് ഏറ്റവും കൂടുതൽ അവതരിപ്പിക്കപ്പെട്ടത്. പരിശുദ്ധ ഖുർആൻ മക്കയിൽ അവതരിപ്പിക്കപ്പെട്ട 87 സൂറത്തുകളിൽ ഒരുപാട് സൂറത്തുകളിൽ പ്രവാചകന്മാരുടെ ബൈബിളിലുള്ള ചരിത്രം വരുന്നുണ്ട്. ബൈബിളിൽ നിന്ന് കോപ്പി അടിച്ചതാണെങ്കിൽ മക്കയിൽ എങ്ങനെ ബൈബിളിലെ ചരിത്രം വരും? മക്കയിൽ നിന്ന് മാത്രമല്ല, വേദക്കാർ, അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, വേദക്കാർ മക്കയിൽ ഉണ്ടായിരുന്നേ ഇല്ല എന്നുള്ളതാണ്. മക്കയിൽ ഉണ്ടായിരുന്നേ ഇല്ല. ക്രിസ്ത്യാനികളോ ജൂതന്മാരോ ബൈബിളിലെ കഥ പഠിക്കണമെങ്കിൽ തീർച്ചയായും അവരിൽ നിന്ന് പഠിക്കണമല്ലോ. അതുകൊണ്ട് തന്നെ ഇബ്രാഹിമി മതത്തിൻ്റെ മൂലം തേടിയിട്ട് മക്കയിലുണ്ടായിരുന്ന ചിലർ, 4 പേരെക്കുറിച്ച് ഹദീസുകൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവർ ലോകത്തിൻ്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിൽ സഞ്ചരിക്കുകയും അവരിൽപ്പെട്ട വറഖത്ത് ഇബ്നു നൗഫൽ ക്രിസ്തുമതം സ്വീകരിച്ചുകൊണ്ട് മടങ്ങിയെത്തുകയും ചെയ്തു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതല്ലാതെ മക്കയിൽ വേദക്കാരുണ്ടായിരുന്നുവെങ്കിൽ അവർക്ക് ലോകത്തിൻ്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിൽ ഇബ്രാഹിമി മതത്തിൻ്റെ മൂലം തേടി നടക്കേണ്ടി വരുമായിരുന്നില്ലല്ലോ. അതേപോലെ തന്നെ പരിശുദ്ധ ഖുർആനിൽ തന്നെ അബ്രഹത്ത് മക്കയെ ആക്രമിച്ചതിനെക്കുറിച്ച്, കഅബയെ ആക്രമിച്ചതിനെക്കുറിച്ച് പറയുന്നുണ്ട്. യമനി രാജാവായിരുന്ന അബ്രഹത്ത്, അദ്ദേഹം കഅബാലയത്തെ ആക്രമിച്ചത് ക്രിസ്ത്യാനിയായ അദ്ദേഹം കഅബാലയത്തിനേക്കാളും പ്രധാനപ്പെട്ട കേന്ദ്രം യമനിൽ പണിയണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ്. കഅബാലയത്തിൻ്റെ സ്ഥലത്ത് ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും അദ്ദേഹം അത് ചെയ്യുമായിരുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ ആ രൂപത്തിൽ ഉള്ള ഒരു ആരോപണം തന്നെ അടിസ്ഥാനരഹിതമാണ്. നിങ്ങൾ ഈ മക്കയിൽ മാത്രമല്ല, ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ക്രൈസ്തവർ മക്കയിൽ മാത്രമല്ല മദീനയിലും ഉണ്ടായിരുന്നില്ല. നജറാനിൽ നിന്നെത്തിയ ക്രൈസ്തവരായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി സംസാരിച്ചത്. കാത്തലിക് എൻസൈക്ലോപീഡിയ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും, ഹിജാസിൽ എവിടെയും തന്നെ സുവിശേഷ പ്രവർത്തനം വേണ്ട രൂപത്തിൽ നടന്നിരുന്നില്ല എന്ന്. അതിനർത്ഥം ക്രൈസ്തവതയുമായി ബന്ധപ്പെട്ട, ഈസാ നബിയുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങൾ പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മാത്രവുമല്ല, ബൈബിൾ അത് അറബി ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തപ്പെടുന്നത് പഴയ നിയമ ബൈബിൾ തന്നെ ക്രിസ്താബ്ദം 800-കളിലാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏകദേശം 2 നൂറ്റാണ്ടുകൾക്ക് ശേഷം. അപ്പോൾ ബൈബിൾ പഠിച്ചിട്ടായിക്കൂടാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് എഴുതിയത്. പിന്നെ ബൈബിൾ പഠിച്ച വേദക്കാരെന്ന് കേട്ടത് എന്ന് പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു, മക്കയിൽ വറഖത്ത് ഇബ്നു നൗഫൽ മാത്രം ഉണ്ടായിരുന്നത്. അദ്ദേഹമാണെങ്കിൽ പ്രവാചകത്വം ലഭിച്ച ഉടനെ തന്നെ മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ പരിശുദ്ധ ഖുർആനും ബൈബിളിലെ കഥകളും പരിശോധിച്ച് നോക്കുക. പ്രവാചകന്മാരുടെ ചരിത്രമാണല്ലോ ഇവിടെ പറഞ്ഞത്. പ്രവാചകന്മാരുടെ ചരിത്രം, ചില പ്രവാചകന്മാരുടെ ബൈബിളിൽ പറഞ്ഞെന്ന ചരിത്രം ഖുർആനിൽ പറയുന്നുണ്ട്. എന്നാൽ ചില പ്രവാചകന്മാരുടേത് പറയുന്നില്ല. എവിടുന്നാണ് പരിശുദ്ധ ഖുർആൻ അത് ലഭിച്ചത്? ഹൂദ് നബിയുടേത്, സാലിഹ് നബിയുടേത് തുടങ്ങിയ പ്രവാചകന്മാരുടെ ചരിത്രം ഖുർആനിൽ പറയുന്നത് ബൈബിളിലൂടെ നമുക്ക് കാണാൻ കഴിയില്ല. അതേപോലെ തന്നെ പ്രവാചകന്മാരുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട പല സംഭവങ്ങളും ബൈബിളിൽ പറയാത്തത് ഖുർആനിൽ പറയുന്നുണ്ട്. ഇപ്പോൾ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ തന്നെ ചില അത്ഭുതങ്ങൾ പരിശുദ്ധ ഖുർആനിലുള്ളൂ, ബൈബിളിൽ നമുക്ക് കാണാൻ കഴിയില്ല.
അദ്ദേഹം തൊട്ടിലിൽ വെച്ച് സംസാരിച്ച സംഗതി, അതേപോലെ തന്നെ അദ്ദേഹം പറവകളെ കളിമണ്ണ് കൊണ്ടുണ്ടാക്കി അതിനെ പടച്ചവൻ്റെ അനുമതിയാൽ പറപ്പിച്ച് കളഞ്ഞ സംഭവം, ഇതൊന്നും ബൈബിളിൽ എവിടെയില്ല, പരിശുദ്ധ ഖുർആനിലാണുള്ളത്. ഇതേപോലെയുള്ള അത്ഭുതങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അതേപോലെ തന്നെ പ്രവാചകന്മാരുടെ ചരിത്രം വിശദീകരിക്കുമ്പോൾ ബൈബിളിൽ നിന്ന് വ്യത്യസ്തമായി പരിശുദ്ധ ഖുർആൻ അവരുടെ വിശുദ്ധി വളരെ കാത്തു സൂക്ഷിച്ച് സംസാരിക്കുന്നത് കാണാൻ കഴിയും. ബൈബിളിലെ നോഹ പ്രവാചകൻ എന്ന് പറഞ്ഞാൽ വീഞ്ഞു കുടിച്ച് മതിമത്തനാകുന്ന പ്രവാചകനാണ്. എന്നാൽ പരിശുദ്ധ ഖുർആനിലെ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അങ്ങനെയല്ല. ബൈബിളിലെ ലോത്ത് പ്രവാചകൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം മദ്യപിച്ച് ലക്ക് കെട്ട് സ്വന്തം പെൺമക്കളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടേണ്ടി വന്ന പ്രവാചകനാണ്. നഊദുബില്ലാ. പരിശുദ്ധ ഖുർആനിലെ ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് പരാമർശങ്ങളിൽ അങ്ങനെയൊന്നുമില്ല. ഇതെല്ലാം മരിച്ചുകൊണ്ടാണ് മുഹമ്മദ് നബി ഉണ്ടാക്കിയത് എന്ന് വാദിക്കുന്നത് എത്രത്തോളം വിചിത്രമാണ്. ഇനി നിങ്ങൾ നോക്കുക, അതേപോലെ തന്നെ ബൈബിളിലെ ദാവീദ് പ്രവാചകൻ എന്ന് പറഞ്ഞാൽ ബൈബിളിലെ പ്രധാനപ്പെട്ട ഒരു പുസ്തകത്തിൻ്റെ കർത്താവാണ്, സങ്കീർത്തന പുസ്തകത്തിൻ്റെ കർത്താവാണ് ദാവീദ്. പക്ഷേ ദാവീദ് വളരെ വലിയ തോന്നിവാസിയായിരുന്നു എന്നാണ് നമുക്ക് കാണാൻ കഴിയുക. മട്ടുപ്പാവിലിരുന്നിട്ട് കുളിക്കുന്ന പെണ്ണുങ്ങളെ നോക്കുകയും അവരിൽ അനുരക്തനാവുകയും അങ്ങനെ അവരെ കൊട്ടാരത്തിലേക്ക് വരുത്തിക്കുകയും അവരുമായി ക്ഷയിക്കുകയും അവരുടെ ഭർത്താവിനെ ചതിച്ച് കൊല്ലാൻ ശ്രമിക്കുകയെല്ലാം ചെയ്ത കുടിലനാണ് ദാവീദ് എന്നാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന. ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അങ്ങനെയല്ല. ഇങ്ങനെ പരിശുദ്ധ ഖുർആനിലെ ചരിത്ര കഥനത്തിന് ബൈബിളിൽ നിന്ന് ഒരുപാട് വ്യത്യാസമുണ്ട്. ഇനി നമ്മൾ പരിശോധിക്കുക, പരിശുദ്ധ ഖുർആനിൽ ബൈബിളിൽ പറയുന്ന ചരിത്രം പറയുന്ന സമയത്ത് നമുക്ക് ആധുനിക ശാസ്ത്രത്തിൻ്റെ മാത്രം അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന അബദ്ധങ്ങൾ ബൈബിളിലുണ്ട്. ആ ബൈബിളിലെ അബദ്ധങ്ങളൊന്നും ഖുർആനിൽ സ്പർശിച്ചിട്ടില്ല. ഒരു ഉദാഹരണം മാത്രം പറയട്ടെ. ആവർത്തന പുസ്തകം 14-ാം അധ്യായത്തിൽ 7-ാമത്തെ വചനത്തിൽ നമുക്ക് കാണാൻ കഴിയും മുയൽ അയവിറക്കുന്ന ജീവിയാണ് എന്ന് ബൈബിളിൽ. എന്നാൽ പരിശുദ്ധ ഖുർആനിൽ ഈ ആവർത്തന പുസ്തകവുമായി ബന്ധപ്പെട്ട ഒരുപാട് പരാമർശങ്ങളുണ്ട്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് പടച്ചവൻ നൽകിയ നിയമങ്ങളുമായി ബന്ധപ്പെട്ട പരാമർശമുണ്ട്. പക്ഷേ മുയൽ അയവിറക്കുന്ന ജീവിയാണ് എന്ന പരാമർശമില്ല. അയവിറക്കുന്ന ജീവിയാണ് മുയൽ എന്ന് പറഞ്ഞ പരാമർശം സ്വാഭാവികമായും ബൈബിളിൽ നിന്ന് കോപ്പിയടിച്ചതായിരുന്നുവെങ്കിൽ ആ പരാമർശം വരേണ്ടിയിരുന്നു. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് മുയൽ അയവിറക്കുന്ന ജീവിയല്ല എന്ന് നമുക്കറിയില്ല. അതിൻ്റെ ചുണ്ടിൻ്റെ വെറുതെ നിൽക്കുമ്പോൾ അങ്ങനെ ചലിപ്പിക്കും. അത് കണ്ട ബൈബിൾ രചയിതാക്കൾ തെറ്റിദ്ധരിച്ച് എഴുതിയതാണ് മുയൽ അയവിറക്കുന്ന ജീവിയാന്ന്. സത്യത്തിൽ മുയൽ അയവിറക്കുന്ന ജീവിയല്ല. മാത്രമല്ല, ചരിത്രമാണല്ലോ ഇവിടെ പറഞ്ഞത്. ചരിത്രം വിശദീകരിക്കുമ്പോൾ പോലും പരിശുദ്ധ ഖുർആൻ കൃത്യത പാലിക്കുന്നു. അതേസമയം ബൈബിളിൽ അത്ര കൃത്യത നമുക്ക് കാണാൻ കഴിയില്ല. ബൈബിൾ രചയിതാക്കളുടെ ആ കാലഘട്ടത്തിലെ അബദ്ധങ്ങൾ ബൈബിളിലെ ചരിത്ര കഥനത്തിലുണ്ട്, എന്നാൽ ഖുർആനിൽ അങ്ങനെയില്ല. ബൈബിളും ഖുർആനും പറയുന്ന ഒരു പ്രവാചകനല്ല മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. മൂസാ നബിയുടെ കാലഘട്ടത്തിലുണ്ടായിരുന്ന രാജാവിനെക്കുറിച്ച്, ഈജിപ്തിലെ രാജാവിനെക്കുറിച്ച് ബൈബിളിലും പറയുന്നുണ്ട് ഫിർഔൻ എന്ന്, ഫറോവ എന്ന്. ഖുർആനിൽ ഫിർഔൻ എന്ന് പറയുന്നു. ഇത് നമ്മൾ നോക്കുക. എന്നാണ് ഫിർഔൻ എന്ന് വിളിക്കാൻ ആരംഭിച്ചത്? ഇന്ന് നമുക്കറിയാം ഈജിപ്റ്റോളജി 1900ങ്ങളുടെ തുടക്കത്തിൽ ഈജിപ്റ്റ് ഓളജി വളരെ വളർന്ന് വികസിച്ചു. എന്താ കാരണം വെച്ചാൽ ഈജിപ്തിലെ ക്യൂനിഫോം ലിപികൾ നമുക്ക് ഡെസിഫർ ചെയ്യാൻ കഴിഞ്ഞു. മനുഷ്യർ അത് വായിച്ചെടുത്തു. അതുകൊണ്ട് തന്നെ ഈജിപ്തിൻ്റെ ചരിത്രം, ഫറോവമാരുടെ ചരിത്രം ഇന്ന് ഏകദേശം നമുക്കറിയാം. കാരണം ഈജിപ്തിലെ മമ്മികളിലും അതേപോലെ തന്നെ ഈജിപ്തിലെ പിരമിഡുകളിലുമെല്ലാം എഴുതപ്പെട്ടിട്ടുള്ള ഒരുപാട് ക്യൂനിഫോം രേഖകൾ നമ്മൾ കണ്ടെടുത്തിട്ടുണ്ട്. അതിൽ ഏകദേശം ഈജിപ്തിലെ രാജാക്കന്മാരുടെ ചരിത്രമുണ്ട്. ആ ചരിത്രത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നു മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഏകദേശം തൊട്ടു മുമ്പാണ് ഫിർഔൻ എന്ന വിളി, ഫറോവ എന്ന വിളി ഈജിപ്തിൽ ആരംഭിച്ചത് രാജാക്കന്മാരെ ഉദ്ദേശിച്ചിട്ട്. ഫറോവ എന്നത് പെർ എന്നാണ്, അഥവാ മഹാഭവനം എന്നാണ് ഈജിപ്റ്റ് ഭാഷ പ്രകാരം ഫറോവക്കർത്ഥം. ഇതാദ്യം കൊട്ടാരത്തിനായിരുന്നു ഉപയോഗിച്ചിരുന്നത്. അത് പിന്നീട് രാജാക്കന്മാരെ പറയാൻ വേണ്ടി ഉപയോഗിച്ചത് മൂസാ നബിക്ക്, മോശെ പ്രവാചകന് ഏകദേശം തൊട്ടു മുൻപാണ്. ബൈബിൾ എടുത്ത് പരിശോധിക്കുക. ബൈബിളിൽ അബ്രഹാമിൻ്റെ കാലത്തെ ഈജിപ്തിലെ രാജാവിനെക്കുറിച്ചുള്ള പരാമർശമുണ്ട്. ആ രാജാവിനെക്കുറിച്ച് ബൈബിളിൽ ഫറോവ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിന് കാരണമുണ്ട്. ബൈബിൾ രചയിതാക്കൾ ബൈബിൾ എഴുതിയ സമയത്ത് മോശയുടെ കാലശേഷമാണ്. അന്ന് ഈജിപ്തിലെ രാജാവിനെക്കുറിച്ച് ഫറോവ എന്ന് പറയുന്നുണ്ട്. അവർ തെറ്റിദ്ധരിച്ചു ഈജിപ്തിലെ രാജാവിനെക്കുറിച്ച് ഇബ്രാഹിമിൻ്റെ കാലം മുതൽക്ക് തന്നെ ഫറോവ എന്നായിരിക്കും പറയുന്നത് എന്ന്. ഇതേപോലെ തന്നെ ബൈബിളിൽ യോസേഫിൻ്റെ കാലത്തെ ഈജിപ്തിലെ രാജാവിനെക്കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹത്തെക്കുറിച്ച് ഫറോവ എന്ന് നിരന്തരമായുള്ള പരാമർശങ്ങൾ കാണാൻ കഴിയും. അതിന് കാരണവും ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ.
യോസഫിൻ്റെ കാലത്തല്ലല്ലോ ബൈബിൾ രചിച്ചത്, മറിച്ച് മോശെ പ്രവാചകൻ ഒരുപാട് കാലം കഴിഞ്ഞതിന് ശേഷമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അന്ന് രചയിതാക്കൾ തെറ്റിദ്ധരിച്ചു യോസഫിൻ്റെ കാലത്തെ രാജാവിനും ഫറോവ എന്നായിരിക്കും വിളിച്ചത് എന്ന്. അതേപോലെ തന്നെ മോശെ പ്രവാചകൻ്റെ കാലഘട്ടത്തിലെ രാജാവിനെ ഫറോവ എന്ന് ബൈബിൾ നിരന്തരമായി വിളിക്കുന്നുണ്ട്. അത് കൃത്യമാണ് താനും. എന്നാൽ പരിശുദ്ധ ഖുർആനെടുത്ത് പരിശോധിച്ച് നോക്കുക, നിങ്ങൾ ബൈബിളിൽ നിന്ന് കോപ്പി അടിച്ചാണെങ്കിൽ ഇതേ അബദ്ധം ഖുർആനിലും വരണ്ടേ? എന്നാൽ ഖുർആനിൽ നിങ്ങൾ പരിശോധിച്ചാൽ ഇപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലഘട്ടത്തിലെ ഈജിപ്തിലെ രാജാവിനെക്കുറിച്ച് പരാമർശം പരിശുദ്ധ ഖുർആനിലുണ്ട്. പക്ഷേ എവിടെയും ഫറോവ ഫിർഔൻ എന്ന് ഖുർആൻ പറയുന്നില്ല. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലത്തെ ഈജിപ്തിലെ രാജാവിനെക്കുറിച്ച് പരിശുദ്ധ ഖുർആനിൽ പ്രയോഗങ്ങളുണ്ട്, പരാമർശങ്ങളുണ്ട്, മലിക് എന്ന് വിളിച്ചിട്ടുണ്ട്. പക്ഷേ എവിടെയും ഫിർഔൻ എന്ന് നമ്മൾ കാണുന്നില്ല. എന്നാൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലഘട്ടത്തിലെ രാജാവിനെക്കുറിച്ച് മാത്രം പരിശുദ്ധ ഖുർആൻ ഫിർഔൻ എന്ന് പറയുന്നു. എന്താണ് ഇങ്ങനെ കൃത്യമായിട്ട് ഖുർആനിൽ വരാൻ കാരണം? ഖുർആൻ മുഹമ്മദ് നബിയുടെ രചനയായിരുന്നെങ്കിൽ മുഹമ്മദ് നബിക്ക് ഈജിപ്റ്റോളജി അറിയുമെന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? 1900കളിൽ മാത്രം നമ്മൾ വായിച്ച ഈ ക്യൂനിഫോം ലിപികളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയ ഈജിപ്തിൻ്റെ പുരാതന ചരിത്രം മുഹമ്മദ് നബിക്ക് മനസ്സിലായി എന്നാണോ മനസ്സിലാക്കേണ്ടത്? അല്ല. വഇന്നഹു ലതൻസീലു റബ്ബിൽ ആലമീൻ, സർവ്വലോക രക്ഷിതാവിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടതാണ് ഖുർആൻ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ബൈബിളിൽ നിന്ന് കോപ്പിയടിച്ചല്ല അതല്ല അത് ബൈബിളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ, സവിശേഷമായ, തികച്ചും അബദ്ധമുക്തമായ, പ്രവാചകന്മാർക്കെല്ലാം വിശുദ്ധി കൽപ്പിക്കുന്ന ഒരു മഹത്തായ ഗ്രന്ഥമാണ്. അത് പടച്ചവൻ്റെ വചനങ്ങളാണ്. അതിൽ ഒരു കളങ്കവുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം.